ഹലോ ഫ്രണ്ട്സ്, എക്സൽ ഹെൽപ്മേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് VLOOKUP ഫോമുലയിലെ ലുക്കപ്പ് വാല്യൂ സെക്ഷനിൽ രണ്ട് ഡേറ്റ കമ്പൈൻ ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു VLOOKUP ഫോമുല സെറ്റ് ചെയ്തുകൊണ്ട് ഒരു വാല്യൂ നമുക്ക് ലുക്കപ്പ് ചെയ്യാമെന്നുള്ളതാണ്. VLOOKUP ഫോമുലയുടെ സ്ട്രക്ചറിലെ ഫസ്റ്റ് പാരാമീറ്റർ ആണ് ലുക്കപ്പ് വാല്യൂ ആയിട്ട് വരുന്നത്. ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സെല്ല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്താണ് നമ്മൾ പോകുന്നത്. ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെല്ലിന് പകരം മൾട്ടിപ്പിൾ സെല്ല് സെലക്ട് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉറപ്പായും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്നത് ഓരോ എംപ്ലോയി ഓരോ ഡേയ്സിൽ വർക്ക് ചെയ്ത അവരുടെ വർക്കിംഗ് അവേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റ ടേബിൾ ഡേറ്റ് വൈസ് ആയിട്ടാണ് അറേഞ്ച് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം പല പല ഡേറ്റുകളിലായിട്ട് റിപ്പീറ്റേഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നോർമൽ VLOOKUP ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ ഡേറ്റ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ഇത്തരം സിറ്റുവേഷൻസിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നോർമലി ഇതൊരു ബയോമെട്രിക് ഡേറ്റയെ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഡേറ്റ ഡിസ്ട്രിബ്യൂഷനാണ് ഇങ്ങനെ ഡേറ്റ് വൈസിൽ കിട്ടുന്നത്. ഈ ഒരു ഡേറ്റയെ നമുക്ക് ഇങ്ങനെ ഒരു പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ടേബിളാർ ഡിസ്ട്രിബ്യൂഷനിൽ ആക്കിയെടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ റിസൾട്ട് ഷീറ്റ് നമുക്കൊന്ന് ഫോമാറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഹെഡർ ഞാനൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത് ആ ഒരു റിസൾട്ട് ഷീറ്റിൽ പേസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ടോട്ടൽ എത്ര ഡേറ്റ്സിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ടോട്ടൽ 10 ഡേയ്സ് ആണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ഒരു ഡേറ്റ് ഞാൻ കോപ്പി ചെയ്ത് ഇതിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി ഡേറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 10 ഡേയ്സ് ഇവിടെ ഡ്രാഗ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് ഒരു ടോട്ടലും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമുക്കിവിടെ വേണ്ടത് ഡ്യൂപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്തിട്ടുള്ള ID നമ്പേഴ്സാണ്. ഡ്യൂപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിവോട്ട് ടേബിൾ മെത്തേഡാണ്. അതിനായിട്ട് ID നമ്പേഴ്സ് ഫുള്ളൊന്ന് കോപ്പി ചെയ്ത് നെക്സ്റ്റ് ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്ത് പിവോട്ട് ടേബിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം OK ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം എംപ്ലോയി ID ഡ്രാഗ് ചെയ്തതിന് ശേഷം റോ നമ്പറിൽ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നോക്കുക, നമുക്ക് ആ ഒരു ID നമ്പർ യുണീക്കായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ വാല്യൂ മാത്രം കോപ്പി ചെയ്ത് നമ്മുടെ റിസൾട്ട് ഫോമാറ്റിൽ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ID നമ്പേഴ്സ് യുണീക്കായിട്ട് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഈ ഒരു എക്സ്ട്രാ വന്ന ആ ഒരു ഷീറ്റ് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു നെയിംസ് നമുക്ക് ഇവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നതിനായിട്ട് നമ്മുടെ ട്രഡീഷണലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു VLOOKUP ഫോമുല നമുക്കിവിടെ യൂസ് ചെയ്യാം. ലുക്കപ്പ് വാല്യൂ ആയിട്ട് ID നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്ത് കോമ കൊടുക്കുക. ടേബിൾ അറേ ആയിട്ട് ഡേറ്റ ടേബിളിലെ ID നമ്പർ നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു ഡേറ്റ ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുത്ത് F4 കൊടുത്ത് വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കാം. അതിനുശേഷം ഒരു കോമ കൊടുത്ത് 2 കൊടുത്തതിന് ശേഷം എക്സാക്റ്റ് വാല്യൂ ഫോൾസ് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നോക്കുക, നമുക്ക് ആ ഒരു നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു സെല്ലിലെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ഈ ഒരു ഫോമുല കോപ്പി ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സെല്ലിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ലുക്കപ്പ് വാല്യൂ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെല്ലിലും നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു ഫോമിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നമുക്ക് എല്ലാ സെല്ലിലും നമുക്ക് ആ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം. അതിനുശേഷം ഈ ഒരു വാല്യൂ ഫുള്ള് വാല്യൂവിൽ ഇപ്പോൾ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കുക, നമുക്കൊരു വാല്യൂ നമുക്ക് എല്ലാത്തിലും കിട്ടിക്കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഡേറ്റ നമ്മുടെ ഈ ഒരു ഡേറ്റ ടേബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ടേബിളിലെ ഫസ്റ്റ് ലൈൻ ഐറ്റം ആയിട്ടുള്ള എംപ്ലോയി 7-ലെ ഫസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ഒക്ടോബർ 1-ലെ ഓവർ ടൈം എത്രയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് എംപ്ലോയി 7-ലെ ഫസ്റ്റ് ഓവർ ടൈം എന്ന് പറയുന്നത് 10 ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ലൈൻ ഐറ്റമിലെ സെക്കൻഡ് ഡേറ്റ് ആയിട്ടുള്ള ഒക്ടോബർ 10-ലെ ഓവർ ടൈം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ സെയിം ഡേറ്റ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ ആയിരിക്കും ആ ഒരു ഡേറ്റയും വരുന്നത്. ഇപ്പോൾ നോക്കുക, ആ ഒരു എംപ്ലോയി 7-ലെ ആ ഒരു സെക്കൻഡ് ഡേറ്റിലെ ഓവർ ടൈം വരുന്നത് 0 ആണ്. പക്ഷേ ആ സെയിം ഡേറ്റ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെയാണ് ആ ഒരു ഡേറ്റയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോമൺ ഒരു ട്രഡീഷണൽ VLOOKUP ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഈ ഒരു ഡേറ്റ നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയില്ല.
കാരണം ഈ ഒരു ഡേറ്റ ടേബിൾ എംപ്ലോയി ഐ ഡിയിലും ഡേറ്റ്സിലും ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് VLOOKUP ഫോമുല പെർഫോം ചെയ്യാൻ കഴിയാത്തത്. പക്ഷേ ഈ ഒരു 2 ഡേറ്റകളും കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു കോഡ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോഡിനെ VLOOKUP ഫോമുലയിലെ ഒരു ലുക്കപ്പ് വാല്യൂ ആയിട്ട് അസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോമുല പെർഫോം ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എംപ്ലോയി ഐ ഡിയെയും ഡേറ്റ്സിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട്, അതായത് ആൻഡ് ഫോമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ന്യൂ കോഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നോക്കുക, നമുക്ക് ഇങ്ങനെ ഒരു ആൻഡ് സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കോഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇങ്ങനെ ജനറേറ്റായി വരുന്ന ഈ ഒരു യുണീക്ക് വാല്യൂ, അതായത് 2 ഡേറ്റ തമ്മിൽ കമ്പൈൻ ചെയ്ത് വരുന്ന ഈ ഒരു ഡേറ്റയിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂ ഒരിക്കലും ജനറേറ്റായി വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ നമുക്ക് VLOOKUP ഫോമുലയിൽ ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഇങ്ങനെ ഒരു 2 ഡേറ്റകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്കൊരു VLOOKUP ഫോമുലയുടെ ഒരു ലുക്കപ്പ് വാല്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് ഈ ഒരു ഫോമുലയിൽ നമുക്കിതെങ്ങനെ ആപ്ലിക്കബിൾ ആക്കി എടുക്കാം നോക്കാം. അതിനായിട്ട് നമുക്ക് VLOOKUP ഫോമുല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പാരാമീറ്റർ ലുക്കപ്പ് വാല്യൂ ആണ്. ലുക്കപ്പ് വാല്യൂ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ജനറേറ്റ് ചെയ്ത കോഡിൻ്റെ അതേ മെത്തേഡാണ്. അതായത് എംപ്ലോയി ഐ ഡി ആൻഡ് സിമ്പിൾ കൊടുത്തതിന് ശേഷം ആ ഒരു ഡേറ്റിൻ്റെ ആ ഒരു സെല്ലാണ് സെലക്ട് ചെയ്ത് കൊടുത്ത് ഒരു കോമ കൊടുക്കേണ്ടത്. അതിനുശേഷം ടേബിൾ അറേ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ജനറേറ്റ് ചെയ്ത കോഡ്, ഡേറ്റ്, ഓവർ ടൈം ആ ഒരു സെക്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് F4 കൊടുത്ത് കോൺസ്റ്റൻ്റ് ആക്കാം. അതിനുശേഷം 3 കൊടുത്തതിന് ശേഷം എക്സാക്റ്റ് വാല്യൂ ആയിട്ടുള്ള ഫോൾസ് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കൊടുക്കാം. ഇപ്പോൾ നോക്കുക, നമുക്ക് ആ ഒരു 10 എന്ന ആ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം നമുക്കൊന്ന് ഈ ഒരു ഫോമുല നമുക്കൊന്ന് റൈറ്റിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ നോക്കുക, നമ്മുടെ വാല്യൂ നമുക്ക് നൾ വാല്യൂ ആണ് കിട്ടിയത്. നമുക്ക് ആ ഒരു ഫോമിൽ നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫോമുല ഡ്രാഗ് ചെയ്ത സമയത്ത് എംപ്ലോയി ഐ ഡിയിൽ നിന്നും സെലക്ഷൻ ചേഞ്ച് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു നൾ വാല്യൂ വരാൻ കാര്യം. ഇപ്പോൾ നോക്കുക, സെലക്ഷൻ റീപ്ലേസ് ചെയ്ത സമയത്ത് നമുക്ക് ആ ഒരു വാല്യൂ കറക്റ്റായി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫോമുല ഡ്രാഗ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ഫോമുല എംപ്ലോയി ഐ ഡിയിലെ ആ ഒരു സെല്ല് നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു ഫോമുല ഡ്രാഗ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഫോമുല നമുക്കൊന്ന് B4 എന്ന് പറയുന്ന ആ ഒരു സെല്ല് നമുക്കൊന്ന് കോൺസ്റ്റൻ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ഫോമുല നമുക്കൊന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഈ ഫോമുല നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കാം, നമുക്ക് എക്സാക്ട്ലി നമുക്ക് ആ ഒരു ഫിഗർ നമുക്ക് ഫുള്ളൊന്ന് കിട്ടിക്കഴിഞ്ഞു. അടുത്തായിട്ട് ഈ ഒരു വാല്യൂസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തായിട്ട് October 3 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. October 3 ഡേറ്റ്സ് എംപ്ലോയി 7 October 3 10 വർക്കിംഗ് അവറാണ്, കറക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ October 7 9 നമ്മുടെ വാല്യൂ ആയിട്ട് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ October 9 നമുക്ക് 9 കറക്റ്റായിട്ടാണ് നമുക്കിവിടെ ഫോമുല റിട്ടേൺ ആക്കി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റാണ്. അതുപോലെ തന്നെ ഈ ഫോമുല നമുക്കൊന്ന് താഴേക്ക് നിന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കുക, അപ്പോഴും നമുക്കൊരു നൾ വാല്യൂ ആണ് കിട്ടിയത്. കാരണം ഡ്രാഗ് ചെയ്ത സമയത്ത് ഐ ഡി നമ്പർ കോൺസ്റ്റൻ്റ് ആകുകയും ഡേറ്റിൻ്റെ പൊസിഷൻ താഴേക്ക് ഡൗൺ ആകുകയും ചെയ്തു. ആക്ച്വലി നമുക്ക് വേണ്ടത് ഡേറ്റ് സെക്ഷൻ കോൺസ്റ്റൻ്റ് ആകുകയും ഐ ഡി നമ്പേഴ്സ് ചേഞ്ച് ആകുകയാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് എക്സിസ്റ്റിംഗ് ഫോമുല പാർട്ടിൽ നമുക്ക് ചെറിയൊരു എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഫോമുലയിലെ എംപ്ലോയി ഐ ഡി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന സെൽ അഡ്രസ്സ് കോപ്പി ചെയ്ത് എൻ്റർ കൊടുക്കുക. അതിനുശേഷം ഫോമുല ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl F പ്രസ് ചെയ്തതിന് ശേഷം റീപ്ലേസ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഫൈൻഡ് വിത്തിൽ കോപ്പി ചെയ്ത ആ ഒരു സെൽ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തതിന് ശേഷം $, മാറ്റിയതിന് ശേഷമുള്ള ആ ഒരു സെൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് റീപ്ലേസ് ഓൾ പ്രസ് ചെയ്യുക. നമുക്ക് 10 ഐറ്റംസ് റീപ്ലേസ് ചെയ്തതായിട്ട് നമുക്ക് ഷോ ചെയ്യുന്നുണ്ട്. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നോക്കുക, ഐ ഡി നമ്പറിലെ എല്ലാ കോൺസ്റ്റൻറ്റ് ഫിഗറും മാറിയിട്ടുണ്ട്, ആ ഒരു എംപ്ലോയി ഐ ഡിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഡേറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന എല്ലാ സെല്ലിനെയും കോൺസ്റ്റൻ്റ് ആക്കി കൊടുക്കുക. അത് മാനുവലി ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോമുല കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഈ ഫോമുല നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കുക, നമ്മുടെ ആ ഒരു ഫോമുല നമ്മുടെ ഫുൾ വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. ഈ ഫോമുല നമുക്ക് ടോട്ടലി നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം.
നോക്കുക ഫുൾ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മുടെ ഈ വാല്യൂവിൽ നമുക്കൊരു ടോട്ടൽ നമുക്കൊന്ന് ആഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഓൾട്ട് = നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ ആഡ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ് ഓൾട്ട് = നോക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഈ ടേബിൾ ഒന്ന് ഫോമാറ്റ് ചെയ്ത് കൊടുക്കാം. ആവശ്യമില്ലാത്ത ആ ഒരു സെല്ല് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോമാറ്റ് ചെയ്ത് കോളംസ് നമുക്കൊന്ന് ഫോമാറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കോളംസിൽ നമുക്കൊരു ടോട്ടൽ എടുക്കാം. നമുക്ക് ടോട്ടൽ ഈ ഒരു കോളത്തിന് 680 ആണ് നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത്. നമുക്ക് ഡേറ്റ ടേബിളിൽ ടോട്ടൽ എത്രയാണ് നമുക്ക് ടോട്ടൽ വരുന്നത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റ് 680 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോമുല ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്. ചില ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ കോംപ്ലക്സ് ഡേറ്റകളെ സോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇൻബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ.